നമസ്കാരം. നമുക്ക് ചുറ്റുമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് അവരുടെ ലാഭവിഹിതത്തിൻ്റെ 2% സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന നിയമം നമ്മുടെ നാട്ടിൽ വന്നത്. എന്നാൽ കേവലം ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥ എന്നതിനപ്പുറത്ത് സാമൂഹിക നന്മ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത ധാരാളം കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യാപാര ശൃംഖലയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ഏത് തരത്തിലാണ് മലബാർ ഗ്രൂപ്പിൻ്റെ സാമൂഹിക ഇടപെടൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്? മലബാർ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ MP അഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നു ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. അഹമ്മദ് സാഹിബ്, സ്വാഗതം. വെൽക്കം. 1993 ഏതാണ്ട് ഒരു 740 സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ കടയിൽ നിന്നാണ് താങ്കളുടെ സ്വർണ്ണ വ്യാപാര രംഗത്തേക്കുള്ള ചുവടുവയ്പ്. അവിടെ നിന്ന് അങ്ങോട്ട് ബിസിനസ്സിലെ ഈ പടിപടിയായുള്ള വളർച്ചയ്ക്കൊപ്പം സമൂഹത്തിനും ചില കാര്യങ്ങൾ തിരിച്ചു ചെയ്യാനുണ്ട് എന്നൊരു ബോധ്യത്തിൽ നിന്നാണല്ലോ ഈ CSR ഫണ്ടിൻ്റെ വിനിയോഗം. എപ്പോൾ മുതലാണ് ഈ ഒരു ആലോചന വന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എല്ലാ ബിസിനസ്സും എല്ലാ കാര്യം ചെയ്യുമ്പോൾ സമൂഹത്തിനോടൊരു ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്നൊരു ധാരണ, ഒരു ചിന്ത വളരെ ചെറുപ്പം മുതലേ ഉണ്ട്. കാരണം അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനുള്ളവർക്ക് എല്ലാവർക്കും. ഞങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ CSR അതിൻ്റെ ഒരു മുഖ്യ ഘടകമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ എംപ്ലോയി കെയർ. എംപ്ലോയി എന്ന് പറയുന്നത് മുതലാളിയും തൊഴിലാളിയും അല്ല, നമ്മൾ മാനേജ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു കൺസെപ്റ്റ് ആദ്യം മുതലേ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ എല്ലാ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻവെസ്റ്റർ മാതിരി സ്വന്തം ബിസിനസ് മാതിരി ഇന്നത്തെ തീയതി വരെ ഇന്ന് 22,000 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും അവരുടെ ഓൺ ബിസിനസ്സായിട്ടാണ് ഇത് കൊണ്ടു നടക്കുന്നത്. കുടുംബാംഗങ്ങൾ മലബാർ ഫാമിലി മെമ്പേഴ്സ് എന്ന് ഞങ്ങൾ പറയുക. 99 ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. അതായത് 2019 നിയമം വന്നത് 2%. അന്നും 99 മുതൽ തന്നെ 1999 മുതൽ തന്നെ 5% ലാഭത്തിന് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ CSR പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ഒരുപാട് ആൾക്കാരത് ഇപ്പം ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ വളർച്ച ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന പക്ഷിയാണ് ഞങ്ങൾ. നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ എന്താണ് മലബാർ ഗ്രൂപ്പിൻ്റെ ഒരു CSR പോളിസി, ഒരു നയം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു ഗിഫ്റ്റ് ആർട്ടിക്കിളാണ്. അതെ, വലിയ അപ്രിഷ്യേറ്റിംഗ് ഗിഫ്റ്റാണ്, ഒരു അസറ്റാണ്. അത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആകുന്നില്ല. ഗവൺമെൻറ് സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ടാക്സ് കിട്ടും. അതുപോലെ കസ്റ്റമർ, എംപ്ലോയി, ഇൻവെസ്റ്ററൊക്കെ സ്റ്റേക്ക് ഹോൾഡർ. ഇതിനൊന്നും പറ്റാത്തൊരു വിഭാഗം പുറത്തുണ്ട്. നമ്മളെ ഷോപ്പിൽ ഒരു പ്രാവശ്യം വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാനോ അവർക്കും നമ്മുടെ ഒരു ഷെയർ ലാഭത്തിൻ്റെ 5%. അത് എവിടെ നിന്നാണോ ഉണ്ടാക്കുന്നത് അവിടെ തന്നെ തിരിച്ചു കൊടുക്കുക. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഏത് പോയിന്റിലാണ് ആ ലാഭം ഉണ്ടാക്കുന്നത് അവിടെയാണ്. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഉണ്ടാക്കിയാൽ ഹൈദരാബാദ് തിരിച്ചു കൊടുക്കും, ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാക്കുന്നത് ബാംഗ്ലൂർ തിരിച്ചു കൊടുക്കും. അതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. മനസ്സിലായി. അത് കോർപ്പറേറ്റ് കുറച്ചുണ്ടാവും. ഇത് കൂടാതെ എല്ലാ ബ്രാഞ്ച് ലെവലിലും അവിടെ നിന്ന് എന്താണോ ഏൺ ചെയ്യുന്നത് അത് ആ പ്രദേശത്തിലെ ആൾക്ക് ആ പ്രദേശത്തിൽ എന്താണോ ആവശ്യകത, പല സ്ഥലത്തും പല ആവശ്യകതകളായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പം എഡ്യൂക്കേഷൻ സപ്പോർട്ട് കേരളത്തിലധികം ആവശ്യമില്ല. അതനുസരിച്ച് തമിഴ്നാട് ഏറ്റവും കൂടുതൽ ആവശ്യം എഡ്യൂക്കേഷൻ സപ്പോർട്ടാണ്. മെഡിക്കൽ സപ്പോർട്ട് അവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മെഡിസിൻകാർ, ഇവിടെ മെഡിക്കൽ സപ്പോർട്ട് കൂടുതൽ വേണ്ടത് കേരളത്തിൽ. അവിടെ വീടുകൾ അത്ര വലുതില്ല. കേരളത്തിൽ ഒരാൾക്ക് ചെറിയ വീട് എന്ന് പറഞ്ഞാൽ മിനിമം 1000 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഒരുപാട് സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നോർത്ത് പോകുന്തോറും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന വലിയ വിഭാഗമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അതിദരിദ്രരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വലിയ വലിയ മാഫിയകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, നഗരങ്ങളിൽ കാണുന്നുണ്ട്. അവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കാം? അപ്പോൾ എവിടെ എന്താണോ വേണ്ടത്. ചില സ്ഥലങ്ങളിൽ സ്കൂളുകൾ കുട്ടികൾ പോകുന്നില്ല. മൈക്രോ ലേണിംഗ് സെൻറ്റർ ഉണ്ടാക്കി അവിടെ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് റെഗുലർ സ്കൂളിലാക്കി കൊടുക്കുന്നത്. അത് ഇതൊക്കെ NGOs ആയിട്ട് ചേർന്നുകൊണ്ടാണ്. ഇതിൽ ഞങ്ങളുടെ സ്റ്റാഫും 100% പങ്കാളികളാണ്. അല്ല, അപ്പോൾ ഈ ധനകാര്യ ആസൂത്രണം, അതായത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേണമല്ലോ ഈ CSR ഫണ്ടിൻ്റെ വിനിയോഗവും നമ്മൾ തീരുമാനിക്കാൻ. അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡമുണ്ടോ? അതിനായിട്ടൊരു സംവിധാനമുണ്ടോ മലബാർ? തീർച്ചയായിട്ടും ഉണ്ട്. എവിടുന്ന് ലാഭം ഉണ്ടാക്കുന്നു ആ ലാഭത്തിൻ്റെ 5% മാസം അല്ല ക്വാർട്ടർലി, ഹാഫിയർലി, ഇയർലി ഞങ്ങൾ മാറ്റി വെച്ച് ട്രസ്റ്റിലേക്ക് പോകും. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് പോകും. ട്രസ്റ്റാണ് അത് കൊടുക്കുന്നത്. അതിന് കംപ്ലീറ്റ് ഓഡിറ്റിംഗ് ഉണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട്. ഒക്കെ അതിനുള്ള ഒരു ടീം അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് എവിടെയാണോ ലാഭം ഉണ്ടാക്കുന്നത് അവിടെ തന്നെയാണ് ഈ ലാഭവിഹിതത്തിൻ്റെ 5% ചിലവഴിക്കപ്പെടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ദുബായിലൊക്കെ വലിയത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ദുബായിൽ കുറച്ചൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ CSR ആവശ്യമില്ലായിരുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ കുറേ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യേണ്ടി വന്നു.
കുറേ ആൾക്കാർ നാട്ടിൽ കൊണ്ടുവരാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ ചില സമയങ്ങളിൽ മാത്രം കുറച്ച് ഫുഡ്. ഇപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ആഫ്രിക്കൻ കൺട്രികളിലും മറ്റ് കൺട്രീസിലൊക്കെ അങ്കിൾ ഫ്യൂ വേൾഡ്, സാംബിയയിലൊക്കെ അങ്കിൾ ഫ്യൂ വേൾഡിന് ഫുഡിന് പൈസ പോകുന്ന അവിടെ നിന്നാണ്. സാധാരണ നിലയിൽ മുതലാളി തൊഴിലാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ ചൂഷണവർഗം ചൂഷിതവർഗം, ഇങ്ങനെയൊക്കെയുള്ള പല പരിപ്രേക്ഷ്യത്തിലാണ് നമ്മൾ ഈ ആളുകളെയൊക്കെ കാണാറുള്ളത്. പക്ഷേ ഈ കോർപ്പറേറ്റ് സംവിധാനങ്ങളൊക്കെ പൊതുജനം കാണുക അവർ ലാഭം ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊരു അപവാദമാണല്ലോ. ഇപ്പോൾ 2% നിയമം പറയുന്നുള്ളൂ, പക്ഷേ 5% കൊടുക്കുക എന്ന് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടാക്സും കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിൻ്റെ റൂൾ ആൻഡ് റെഗുലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് അത് 100% ഫോളോ ചെയ്യുക. നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നികുതിയാണ്. ഒരു ഗ്രാം പോലും ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്നൊക്കെ ബില്ലില്ലാതെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മലബാർ ഗോൾഡ് പറയുന്നത് റെസ്പോൺസിബിൾ ജുവല്ലർ. ആരോടാണ് റെസ്പോൺസിബിൾ ആകുന്നത്? നമ്മുടെ രാജ്യത്തിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ജനങ്ങളോടുണ്ട്, നമ്മളോട് തന്നെ ഉണ്ട്, നമ്മുടെ ഫാമിലിനോടുണ്ട്, നമ്മുടെ എല്ലാറ്റിനോടും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വളരെ സത്യസന്ധമായിരിക്കുക, ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, റെസ്പോൺസിബിൾ ആയിരിക്കുക. നമ്മൾ വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്, ലൈഫ് ലോങ് ഫ്രീ മെയിൻ്റനൻസ് ഉണ്ട്, 1 ഇയർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു റെസ്പോൺസിബിൾ ജ്വല്ലർ എന്ന ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഏത് സമയം കൊണ്ടുവന്നാലും ഞങ്ങൾ ഫ്രീ മെയിൻ്റനൻസ് ഗ്യാരണ്ടിയാണ്. ശ്രീ MP മുഹമ്മദ്, സാധാരണ നിലയിൽ ഇപ്പോൾ ഒരു CSR ഫണ്ട് നമ്മൾ ഒരു സാമൂഹിക നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടൊരു പ്രയാസം ഉണ്ടാവുക അത് അർഹരായ ആളുകളെ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതായിരിക്കും സാധാരണ നിലയിൽ. കാരണം ഇതിൽ ആവശ്യക്കാർ ധാരാളം പേരുണ്ടാകും, പക്ഷേ ഏറ്റവും അത്യാവശ്യമുള്ള ആളുകളെ, ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തുകയാണ്. അതിന് എന്ത് സംവിധാനമാണ് മലബാർ ഗ്രൂപ്പിനുള്ളത്? ഞങ്ങളെ ചാരിറ്റിയിൽ ഏറ്റവും വലിയ ഫണ്ട് ഇപ്പം പോകുന്നത് ഒന്ന് ഫുഡാണ്, ഡെയിലി ഫുഡ്. അത് പാകം ചെയ്ത ഫുഡ് ദരിദ്രരും പ്രയാസരും സ്ട്രീറ്റുകളിൽ എത്തിക്കുകയാണ്. അവിടെ വണ്ടി എത്തുമ്പോഴേക്ക് തന്നെ ക്യൂ വരികയാണ്, വലിയ ക്യൂ ആണ്. ഡൽഹിയിലും ബോംബെയിലും കൽക്കത്തയിലൊക്കെ അങ്ങനത്തെ ഹോസ്പിറ്റൽ അങ്ങനത്തെ സ്ഥലത്ത് എത്തുന്നത്. വിശക്കുന്നവനാണ് ഭക്ഷണം, ഒരുത്തൻ കൈകാട്ടുന്നുണ്ട്, പ്രയാസം ഉണ്ടായിട്ടാണ്. വിശക്കുന്ന ഭക്ഷണം, പാകം ചെയ്ത ഭക്ഷണമാണ് വാങ്ങിക്കുന്നുള്ളൂ. അത് 73 സ്ഥലത്ത് ഇപ്പോൾ 73 കിച്ചൺസ് ഉണ്ട്. അത് ഞങ്ങൾ 200 കിച്ചൺ ആക്കാൻ പോവുകയാണ്. രാജ്യത്താകമാനമാണോ 73 കിച്ചൺസ്? 73 കിച്ചൺസ് 16 സ്റ്റേറ്റിലായിട്ട്. ഇപ്പോൾ 16 സ്റ്റേറ്റിൽ കിച്ചൺസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും എല്ലാ നഗരങ്ങളിലാക്കുക എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ്. അങ്ങനെ കിച്ചൺ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഓൺ ആൾക്കാർ, ഞങ്ങൾ സ്റ്റാഫ് ഇതിൽ പങ്കാളികളാണ്. പക്ഷേ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശരി, വിശക്കുന്ന ആളുകളാണ് അതിനു വേണ്ടി വരിക. പക്ഷേ ഇപ്പോൾ നിർധനരായ ആളുകൾക്ക് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്ന കാര്യത്തിൽ ഇതിലൊക്കെ എങ്ങനെയാണ് അർഹത നിശ്ചയിക്കുക? പെൺകുട്ടിയുടെ സ്കോളർഷിപ്പാണ് പിന്നെ സെക്കൻഡ് ഏറ്റവും കൂടുതൽ. 21,000 പേർക്ക് ബോംബെയിൽ വെച്ച് വിതരണം തുടങ്ങും, ഫസ്റ്റ് വിതരണം തുടങ്ങും. സ്കോളർഷിപ്പ് അത് സ്കൂളുകളും ഗവൺമെൻറ് ഓഫീസുകളും ചേർന്നുകൊണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമാണ് സർക്കാരാണ് തിരഞ്ഞെടുക്കുന്നത്. എല്ലാ സ്റ്റേറ്റിലെയും സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലില്ല. കേരളത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തിൽ എഡ്യൂക്കേഷൻ ഇത്രയധികം സപ്പോർട്ട് കൊടുക്കുന്നത് ഗവൺമെൻറ്റിനോടുള്ളത് കൊണ്ടാണ്. വളരെ നേരത്തെ തന്നെ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് വെരി ഹൈ ആണ്. മറ്റു സ്റ്റേറ്റുകളിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഈ അർഹരായവരുടെ പട്ടിക സർക്കാരാണ് തയ്യാറാക്കുന്നത്? സർക്കാർ കൂടിയിട്ടാണ് തയ്യാറാക്കുന്നത്, ഞങ്ങളല്ല. ഇത്രയും കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ +1 +2 മുതലാണ്. കാരണം ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ 18 വയസ്സായ കല്യാണം കഴിഞ്ഞു പോകും. അപ്പോൾ പെൺകുട്ടികൾ വീണ്ടും പഠിക്കുക, ജോലിയാവുക, പഠിച്ച് ജോലി ആയി കഴിഞ്ഞാൽ ആ ഫാമിലി സക്സസ് ആയിരിക്കും. അതുകൊണ്ടാണ് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നൈപുണ്യ വികസനത്തിനും വേണ്ടി ഞങ്ങൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നു. അതിനും സർക്കാരായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ. സർക്കാർ സംവിധാനങ്ങളും ഏജൻസികളും ഒക്കെ ഈ CSR ഫണ്ടിൻ്റെ വിനിയോഗത്തിന് എത്രത്തോളം അത്യാവശ്യമാണ്? അവരുടെ ഒരു ഏകോപനം എത്രത്തോളം ആവശ്യമാണ്? വളരെ ആവശ്യമാണ്. ഇവിടെ കോർപ്പറേറ്റുകൾ എല്ലാവരും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തികമുള്ളവരെല്ലാവരും ചിലവഴിക്കാൻ തീരുമാനിച്ചാൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. കൃത്യമായ രീതിയിൽ ഇതിന് ഏകോപനവും NGOs ഒക്കെ ചേർന്നുകൊണ്ട് എല്ലാ പ്രദേശത്തിലും ഇത്തരം കാര്യത്തിൽ കേരളം ഒരു പടി മുന്നിലാണ്. പ്രത്യേകിച്ച് കാലിക്കറ്റ് ഒന്നുകൂടി മുന്നിലാണ്. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ പ്രാദേശികവാദമാണോ? അല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞിടത്തിൽ പല സ്ഥലത്തും പ്രാദേശികവാദമല്ല. അനുഭവിച്ചറിഞ്ഞിടത്ത് പല സ്ഥലത്തും പോയപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ ഹൈയാണ്. ഞങ്ങൾ ഇതിനൊക്കെ ലോക്കൽ ഗ്രൗണ്ട് മനസ്സിലായി. ഇപ്പം ഞങ്ങളിപ്പം ഹൈദരാബാദും ബാംഗ്ലൂരൊക്കെ ഇപ്പം ഞങ്ങൾക്ക് ഗ്രാൻഡ്മാ ഹോം തുടങ്ങി. അവിടെ വന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരും വെഡ്ഡിങ് ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതായത് നിരാലംബരായ അഗതികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിക്കൊണ്ട് ഗ്രാൻഡ്മാ ഹോംസ് ഏതാണ്ട് 223 പേർക്ക്, ഒരു 100-103 അവരെ പൂർണ്ണമായിട്ടും നോക്കാൻ ആളില്ല. അത് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെടുത്തിട്ട് അവരെ പൂർണ്ണമായും മെഡിസിൻ, ഭക്ഷണം, നേഴ്സിംഗ് ഒക്കെ പ്രായമായ അമ്മമാരാണ്. ഞാൻ ഈ മലബാറിൻ്റെ CSR ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, കൂടുതലും ഈ സ്ത്രീകൾ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം, അതായത്
വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സഹായം, അതുപോലെ പെൺകുട്ടികളുടെ വിവാഹം കൊടുക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റിന് അവരെ പ്രാപ്തമാക്കുന്നു. അതുപോലെ ഗ്രാൻഡ്മാ ഹോംസ്, അതായത് പ്രായം വന്നിട്ട് ആരുമില്ലാത്തവരെ സഹായിക്കുക. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ശാക്തീകരണം അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ എന്താണ് കാരണം? എന്തെങ്കിലും അനുഭവങ്ങൾ അതിന് പിന്നിലുണ്ടോ? ഗോൾഡൻ ഡയമണ്ടും ഗോൾഡാണ്, ജ്വല്ലറിയാണ്. അതെ, ഇത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് 90% ബൈ ലേഡീസാണ്, സ്ത്രീകളാണ്. അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ആരും ഇങ്ങോട്ട് തരുന്നു അവർക്ക് തിരിച്ചു നൽകണമെന്നല്ലേ. അതെ, അതുകൊണ്ടാണ് സ്ത്രീകൾ പ്രത്യേകിച്ചും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഇന്ത്യയിൽ സ്ത്രീകളാണ്. കേരളത്തിൽ ഈ CSR ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പല ബിസിനസ് ഗ്രൂപ്പുകളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ മലബാർ അതിനകത്ത് ഒരു മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 2% നിയമം പറയുന്നു, പക്ഷെ 5% കൊടുക്കാൻ തീരുമാനിച്ചു. ഒരുപാട് 19 വന്ന നിയമം 20 വർഷം മുമ്പ് തുടങ്ങി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഓഹരി ഉടമകൾ ധാരാളം ഉണ്ടല്ലോ, അവരൊക്കെ ഇതിനോട് ഈ ഒരു ആശയത്തോട് നേരത്തെ തന്നെ യോജിച്ചോ, അതോ ഇത് താങ്കളുടെ ഒരു ആശയമായി അവതരിപ്പിക്കുക? എൻ്റെ ആശയമായിരുന്നു. ഞാനത് എല്ലാവരോടും പറഞ്ഞു. ലാഭത്തിൻ്റെ 5% ആർക്കും യാതൊരു അഭിപ്രായ ലാഭമല്ലേ, ലാഭമാണ്. ലാഭം ഉണ്ടാവുമല്ലോ, ലാഭം ഉണ്ടെങ്കിലേ കൊടുക്കണമെന്ന് പറയുന്നത് ആർക്കും അഭിപ്രായ ഇല്ല. എല്ലാവരും CSR ആഗ്രഹിക്കുന്നു. അവരെ ഫസ്റ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കുന്നത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് സുരക്ഷിതമാണോ എന്നുള്ളത്. നേരത്തെ മുതൽ ഞങ്ങൾ തുടങ്ങിയപ്പം ബിൽഡിങ്ങും ഗോൾഡും ഒക്കെ ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗ്രോത്ത് ഉണ്ടോ, റിട്ടേൺ കിട്ടുന്നുണ്ടോ, ഇത് രണ്ടും ഉണ്ട്. ഇനി ലാഭത്തിന് 5% CSR കൊടുക്കുന്നുണ്ട്. ഒരു കുട്ടി ഇന്നത്തെ തീയതി വരെ ഭിന്നാഭിപ്രായം പറ്റില്ല. അത് നല്ലത്, അത് കൊടുത്തോളുന്നത്. അതിലാർക്കും തടസ്സമില്ല. ആർക്കും ഒരു ഭിന്നാഭിപ്രായം പറയാത്ത ഏക കാര്യം അതാ. ദൈവാനുഗ്രഹം എല്ലാത്തിനും വേണം. ദൈവം അനുഗ്രഹം കിട്ടുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഉള്ളിനുള്ളിൽ നിന്നൊരു വിശ്വാസമാണ്. അത് എല്ലാവർക്കും അതിൻ്റെ ബിസിനസ് വളർച്ച ഉണ്ടാവണമെങ്കിൽ ഇത് വേണം. ഞാനിപ്പോൾ സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ബിസിനസ്സുകാർ 1 രൂപ മുടക്കുകയാണെങ്കിൽ അവരൊരു 10 രൂപയുടെ ലാഭം ഇതിനൊക്കെ പിന്നിൽ കാണുമെന്നാണ്. ഇത്തരം CSR ഇനിഷ്യേറ്റീവ്സിൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു വിമർശനം, ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്, അങ്ങനെ ഒരു സാധ്യത കൂടി അവർക്കുണ്ടെന്നാണ്. അത് താങ്കളുടെ മനസ്സിലുണ്ടോ? എങ്ങനെയോ നടന്നോട്ടെ, എന്ത് നടന്നാലും അർഹതപ്പെട്ടവർക്ക് കിട്ടണം. കയ്യിലുള്ളവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, വരുമാനമുള്ളവരല്ലേ ചിലവാക്കിയാൻ പറ്റുള്ളൂ. അങ്ങനെ ചിലവഴിക്കുന്നത് നല്ലതിനാണ്, കയ്യിലുള്ളവർക്ക് കിട്ടണം. അതാണ് എല്ലാ മതങ്ങളും എല്ലാ തത്വ സംവിധാനങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ്. പ്രയാസപ്പെടുന്നവരെ, മനുഷ്യരെ ഏത് രീതിയിലും സഹായിക്കണമെന്നുള്ളത്. ഇതൊരു മലബാർ ഫാമിലി ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാഫുകൾ എങ്ങനെയാണ് ഈ CSR ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമാക്കുന്നത്? അവരിതിനെങ്ങനെയാണ് കണ്ണി ചേർക്കുന്നത്? വർഷത്തിൽ 2 ദിവസം എല്ലാവരും CSR വർക്കിന് പോകണം. CSR ഞങ്ങൾ ഈ ഫണ്ട് കൊടുക്കുന്ന കൃത്യമായ ആൾക്കാർക്ക് അത് മാൻഡേറ്ററിയാണ്. അതിൽ ഒരു ദിവസത്തെ സാലറി ഞങ്ങൾ കൊടുക്കും. ഒരു ദിവസത്തെ അവരെ ലീവ് എടുക്കണം. അവരെ കോൺട്രിബ്യൂഷൻ കൂടി വേണം. അത് ഞങ്ങൾ ഒരു പരസ്പരമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ട്? അവർ ഇത് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നോ, ഇത് ആൾക്കാർ തിരഞ്ഞെടുക്കത്തിൽ, സ്കോളർഷിപ്പ് കൊടുക്കുന്നിടത്തിൽ, സ്കൂളുകൾ, ഇത് ഒരുപാട് വർക്കുണ്ടല്ലോ. അപ്പോൾ ഈ 2 ദിവസം വെച്ച് വർക്ക് ചെയ്ത് അതിന് ഞങ്ങളുടെ അല്ലാത്ത പെർമനൻറ്റ് എംപ്ലോയീസ് ഉണ്ട് ഇതിന് CSRനായിട്ട്. ഇവരെ സഹായിക്കാൻ എല്ലാവർക്കും ബാധ്യസ്ഥരാണ്. ഒരു അനർഹരായ ഒരാൾക്ക് ഒരു സ്കോളർഷിപ്പ് പോയാൽ അത് ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് എല്ലാ സ്റ്റാഫിനും പരിശോധിക്കാം. സുതാര്യമാണ്, വളരെ സുതാര്യമാണ്. അവർക്കറിയാം ഇതെന്ന വിലയ്ക്ക് വന്നു, ഇന്ന വിലയ്ക്ക് വിൽക്കുന്നു, എന്ത് വിലയ്ക്ക് വാങ്ങിക്കുന്നു. അത് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ. എല്ലാവരും കച്ചവടക്കാരാക്കാൻ പഠിപ്പിക്കുകയാണ്. നാളെ എൻ്റെ അടുത്ത് നിന്ന് പോയാൽ അവർ വേറെ ബിസിനസ്സുകാരായിരിക്കണം, വേറെ ഷോപ്പിൽ പോയി വർക്ക് ചെയ്യുക എല്ലാ വണ്ടിയും. ലാഭമില്ലാതെ ആർക്കും നിലനിൽക്കുമ്പോൾ മിനിമം ലാഭം എടുക്കുക, അത് ന്യായമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക, അതിനുള്ള കമ്മിറ്റ്മെൻ്റ് എല്ലാം കൊടുക്കുക. അപ്പോൾ എല്ലാ സ്റ്റാഫിനെയും ബിസിനസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ സാധ്യത എന്താണ്? ഇന്ത്യയിൽ ക്വാളിഫൈഡ് യൂത്ത് മാൻ പവർ വേൾഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്താണ്? ഇത് പെനട്രേറ്റ് ചെയ്യണം. ഇന്ത്യയിൽ എല്ലാവർക്കും ജോലി, സ്ത്രീയും പുരുഷനും ജോലി കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും സമ്പന്നമായി. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് മനുഷ്യവിഭവമാണ്. ഇതിന് കൃത്യമായ ദിശാബോധവും കൃത്യമായ യൂസേജും വന്നു കഴിഞ്ഞാൽ അത് ആ വേൾഡിന് മൊത്തം ഒരുപാട് മനുഷ്യവിഭവം ആവശ്യമുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻകം അതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ പേരെ നിക്ഷേപകരാക്കുന്ന ഒരു പുതിയ സംസ്കാരം കൂടി മലബാർ ഗ്രൂപ്പിനുണ്ടെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയാണ് വളർന്നു വന്നത്. ഞങ്ങളാരും വലിയ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് വന്നല്ല. ചെറിയ ഇടത്തരം കാർഷിക ഫാമിലിയിൽ നിന്ന് വന്ന് ഒരു പ്രത്യേക ഇൻട്രസ്റ്റിന് താല്പര്യം ഈ ഒരു പുതിയ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു. അത് ലാഭത്തിൻ്റെ വിഹിതമാണ് ഫ്രാഞ്ചൈസി ഫീസായിട്ടുള്ളത്. ലോകത്തിൽ എല്ലാ ഫ്രാഞ്ചൈസി ഫീസും ഞങ്ങൾ നോക്കിയാൽ ഞങ്ങളെ ഫ്രാഞ്ചൈസി ഫീ ലാഭത്തിൻ്റെ വിഹിതമാണ്. CSR ലാഭത്തിൻ്റെ വിഹിതമാണ്. ലാഭം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അതങ്ങനെ അതിനുള്ള അക്കൗണ്ടൊക്കെ സൂക്ഷിച്ച് കൃത്യമായ കണക്കുകൾ വെച്ച് എല്ലാ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കൃത്യമായ രീതിയിൽ കിട്ടുമ്പം അത് കൃത്യമായ രീതിയിൽ ഒരുപാട് മാതൃകാപരമായി ഒരുപാട് ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരു കാരണവശാലും ഒരാളോ 2 ആളോ 3 ആൾക്കൊന്നും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല.
പലർക്കും പല കഴിവാണുള്ളത്. ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ നമ്മൾ നടക്കും. എല്ലാ കഴിവിനെയും നമ്മൾ സമന്വയിച്ചുകൊണ്ട് പലരിടത്തും ചെറിയ ചെറിയ എമൗണ്ടുകളുണ്ട്. ഈ എമൗണ്ട് ഏകീകരിച്ചുകൊണ്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക. ബ്രാൻഡ് എന്ന് പറയുന്നത് ആൾക്കാരുടെ ട്രസ്റ്റാണ്, വിശ്വാസമാണ്. ആ ബ്രാൻഡ് വേൾഡ് മൊത്തം പോവുക. ഇന്ത്യയിലേക്ക് ഒരുപാട് ബ്രാൻഡ് വരുമ്പം ഇന്ത്യയിൽ നിന്നൊരു ബ്രാൻഡ് എങ്ങനെ പുറത്തേക്ക് പോകാം? മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ടു ദ വേൾഡ്. ഇന്ത്യയിൽ ഒരുപാട് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു ചൈന ആൾക്കാർക്ക് വിശ്വാസം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സിസ്റ്റം ഒരുപാട് വരണം. മേക്കിംഗ് ഇന്ത്യ മാർക്കറ്റ് ടു ദ വേൾഡ് എന്ന സിസ്റ്റം വളരെ രീതിയിൽ വളർത്തിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് നടന്നത്. ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഇതിന് പ്രോത്സാഹനം കൊടുത്തു തുടങ്ങി. ശ്രീ എം പി അഹമ്മദ്, നമുക്ക് ഇപ്പോൾ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും സമൂഹം എന്ന നിലയിൽ കേരളത്തിലാകെയും ഏറ്റവും വലിയ വേദനയായിരുന്നു വയനാട്ടിലുണ്ടായ സംഭവിച്ച ദുരന്തം. അപ്പോൾ ഇത് പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള പുതിയ ആലോചനകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് ESG മലബാർ ആലോചനകൾ തിരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും 100% ESG ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൽ തന്നെ വന്നപ്പോൾ കാണാമല്ലോ, എല്ലാ സ്ഥലത്തും ഗ്രീനാണ്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ESG, ഞങ്ങൾക്ക് ഗ്രീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ബിൽഡിങ്സുകളാണൊക്കെ ഞങ്ങളുടെ ഈ സർട്ടിഫിക്കേഷൻ. അതെ, വയനാടും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പ്രകൃതിയോടെ ഇഴകി ചേരുക. പ്രകൃതിയാണ് ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ളത്. ഞങ്ങളെ പല ഡിസൈൻ ഇൻസ്പിറേഷൻ ഫ്രം നേച്ചറാണ്. ഏറ്റവും നല്ല ഡിസൈൻ നേച്ചറാണ്. ഏറ്റവും കാണാൻ ലോകത്തെ ഏറ്റവും കാണാൻ ഭംഗിയുള്ളത് പ്രകൃതിക്കാണ്. പ്രകൃതിൻ്റെ ഭംഗിൻ്റെ അത്ര പ്രകൃതി നിന്നാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ്. പ്രകൃതിയായിട്ട് ഇഴകിച്ചേർന്ന് കൊണ്ടാണ്. പ്രകൃതിക്ക് ഒരു തരത്തിലും ദോഷം വരുത്താതെ, എൻവയറമെൻറ്റിന് ഒരു തരത്തിലും ദോഷം ഞങ്ങൾ വെൽഡിംഗ് ഒക്കെ പുതിയ ഏറ്റവും നെക്സ്റ്റ് H2O ആണ്. ഗ്യാസ് എല്ലാം ഒഴിവാക്കി അത്ര വളരെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇന്നത്തെ കാലത്ത് ബിസിനസ്സിന് ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കംപ്ലീറ്റ് ടെക്നോളജിയും യൂസ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ് മുഴുവൻ നടത്തുന്നത്. ESG, എൻവയറമെൻ്റൽ ഗവേണൻസ്, അതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഇത് മൂന്നും ESG 100% എല്ലാ സ്ഥലത്തും പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ബേസിക് പോളിസിയിൽ എഴുതി വെച്ചതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഇപ്പോൾ അത് രണ്ട് എൻറ്റിറ്റി ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് താങ്കളെ ഈ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നത്? താങ്കൾ വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്? നമ്മൾ ജനിച്ചത് പുണ്യം ചെയ്യാനാണ്. എത്ര ആൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും? ഒന്ന് ചിരിച്ചാൽ മതി, ഒന്ന് പുഞ്ചിരിച്ചായി മറ്റൊരാൾക്ക് സന്തോഷമായി. നമുക്കൊരാൾക്ക് എന്ത് ഹാപ്പിനെസ് നൽകാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ സന്തോഷം കൊടുക്കാൻ പറ്റും, ആരെയും പ്രയാസപ്പെടുത്താതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ നമുക്ക് പ്രാർത്ഥന ഉള്ളൂ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു ആക്ഷേപമോ വിമർശനമോ ഒക്കെയാണ് കേരളം ഒരിക്കലും ഈ പുതിയ സംരംഭങ്ങൾക്ക് യോജിച്ച സ്ഥലമല്ല. കാരണം എല്ലാത്തിനും ഇവിടെ രാഷ്ട്രീയവും താല്പര്യങ്ങളും കലർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഈ CSRൻ്റെ ഫണ്ട് വിനിയോഗത്തിൽ ആളുകളെ നിശ്ചയിക്കുന്നതിലോ അല്ലെങ്കിൽ ആ ഫണ്ട് വിനിയോഗത്തിലോ തടസ്സങ്ങളായി വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ പൊളിറ്റിക്കൽ ആൾക്കാരുടെ അടുത്തുനിന്നായാലും എല്ലാ സാമൂഹിക രംഗത്തും പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ വളരെയധികം പ്രോത്സാഹനകരമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അവരൊക്കെ വിളിച്ചാലും അവർക്കൊരു പ്രശ്നമുണ്ടാകും, പ്രയാസം, അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡിങ് ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ പറയും. ഉടനെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിനുള്ള ഞങ്ങളെ ഫണ്ടുണ്ട് കൃത്യമായി. പിന്നെ അവർക്കെല്ലാം അറിയുന്നത് ഞങ്ങളൊരു ഇല്ലീഗൽ കാര്യം ചെയ്യുന്നില്ല, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഞങ്ങൾക്കില്ല, അതിൽ താല്പര്യവുമില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ നിർധനരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയുള്ള സഹായം, ഈ ആരുമില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ്മാ ഹോംസ്, അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കുമ്പോൾ ഈ മലബാർ ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഏത് പ്രൊജക്റ്റിനാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാരെ സഹായിക്കുക, പിന്നെ ഗ്രീൻ ഇനീഷ്യേറ്റീവ്, എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് നമുക്ക് ഇവിടെ ഞങ്ങളേക്കൊന്ന് വീടും ഇതൊക്കെ തന്നെ ഏറ്റവും സന്തോഷം. പ്രകൃതിയായിട്ട് ചേർന്ന് ജീവിക്കുക. നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അവിടുത്തെ ലോക്കലായിട്ട് ആൾക്കാരായിട്ട് ഇടപഴകുക. ഏത് രാജ്യത്ത് പോയാലും അവിടെയുള്ള ഭക്ഷണം അവിടുത്തെ ലോക്കൽ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ നോക്കും. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരായിട്ട് ഇടപഴകാൻ നോക്കും. ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. ഈ CSR ഫണ്ട് വിനിയോഗിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ചോർച്ച സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ അനർഹരായ ആളുകളിലേക്ക് പോകുന്നില്ല എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഈ പണം എവിടെയും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ ഇത് നടപ്പാക്കുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്തും? ഇത് നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന മാതിരി ഓഡിറ്റിംഗ് ഉണ്ട്, നല്ല സ്ട്രോങ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട്. കിട്ടിയ
ഇമ്പാക്റ്റ് റിസർച്ച് ഉണ്ട്. Back to നമ്മൾ research. കൊടുത്തിട്ട് അവർ പഠിച്ചോ, രക്ഷപ്പെട്ടോ, വീട് വാങ്ങാൻ വീട് ഉണ്ടാക്കിയോ, അതിൽ താമസിക്കുന്നുണ്ടോ, ഇത് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തുന്നുണ്ട്, റിസർച്ച് ഉണ്ട്. എല്ലാവരെയും ഉത്തരവാദിത്തമാണ്. ഞങ്ങളൊരു വലിയ ടീമാണ്. ടീം വർക്കിൽ ടീമിലുള്ള എല്ലാവരും ഇത് ഒരു തരത്തിലും ചോരുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നു. ബിസിനസ് രംഗത്ത് ഞങ്ങളുടെ നഖത്തിനുള്ളിൽ സ്വർണം പുറത്ത് പോയാൽ വലിയ പൈസ പോകും, അതെ. ഒരുപാട് ലീക്കേജ് വരും. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായ രീതിയിലുള്ള ഓഡിറ്റിങ്ങും സ്ട്രിക്റ്റായിട്ട് നോക്കുക, അതിനൊരു സിസ്റ്റം വർക്ക് ചെയ്യും. നവസംരംഭകർ ഉണ്ടാകുന്നുണ്ട്, ചെറുപ്പക്കാർ കുറേ പേർ പുതിയ സംരംഭവുമായിട്ട് വരുന്നുണ്ട്. അവരോട് ശ്രീ MP അഹമ്മദ് താങ്കൾ എന്ത് ഉപദേശം നൽകും? 100% ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക, തുറന്ന് ട്രാൻസ്പെറൻസി എല്ലാ രംഗത്തും പുലർത്തുക, 100% സത്യസന്ധത ആയിരിക്കുക, ആരോടും മിസ്ഗൈഡ് ചെയ്യാതിരിക്കുക. അതാണ് ബ്രാൻഡ്. എല്ലാ രംഗത്തും നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുകയാണ്. ഓരോരുത്തർക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ടത് എംപ്ലോയിക്ക് അർഹതപ്പെട്ട എംപ്ലോയിക്ക് വേണം, ഗവൺമെൻറ് അർഹതപ്പെട്ട് ഗവൺമെൻറ് കൊടുക്കണം, ബാങ്കുകളൊക്കെ ലോൺ, അതൊക്കെ അതിൻ്റെ കൃത്യത എല്ലാറ്റിനും ട്രാൻസ്പെറൻസി. അത് ട്രാൻസ്പെറൻസി ഉണ്ടാകുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക് അംഗീകരിക്കും. കസ്റ്റമറെ അവരുടെ റൈറ്റ് നമ്മൾ മനസ്സിലാക്കണം. ഒരു സാധനം വാങ്ങിക്കാൻ വരുന്നവൻ്റെ റൈറ്റാണ് എല്ലാ കാര്യവും അറിയുക. അവൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അവൻ്റെ ഇൻട്രസ്റ്റ് അവൻ എല്ലാ രീതിയിലും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവൻ 10 ആളൊന്നും കഴിക്കും. അയാൾ മാത്രം വരുന്നല്ല, നിങ്ങൾ പോയിക്കോ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയും. ആ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് സക്സസ് ആക്കുക. ആദ്യം ഈ ലോകത്ത് പരിഹരിക്കപ്പെടണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? മിസ്ഗൈഡിങ്, തെറ്റിദ്ധരിപ്പിക്കുക, ട്രാൻസ്പെറൻസി തെറ്റിദ്ധരിപ്പിക്കുകയും മിസ്ഗൈഡിങ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒഴിവാക്കുക. തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ശരിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യം മാത്രമാണ് വേറെ അവിടെ പറയുക. CSR ഫണ്ട് ഇനി കൂടുതൽ മേഖലകളിലേക്ക് ഇത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റെടുത്ത മേഖല എന്ന് പറഞ്ഞത് ഹങ്കർ ഫ്രീ വേൾഡാണ് ഏറ്റവും വലുത്. വിശപ്പാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരിയ അവസരം. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർക്കില്ല. ഓവർ വിശന്നുകൊണ്ട് കുട്ടികളും സ്ത്രീകളും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തും സ്ത്രീകളും കുട്ടികളും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് മാഫിയകൾ, ബഗേഴ്സ് മാഫിയ, ഡ്രഗ്സ് മാഫിയ, സെക്സ് മാഫിയ എന്ന് പറഞ്ഞ പലതരം മാഫിയകൾ നഗരങ്ങളിൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസ് വരും. ഇപ്പോൾ ഏറ്റവും പ്രയാസമാണ് ഏത് ബ്രാൻഡിനാണെങ്കിലും വിശ്വസ്തത, ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്നത്. അപ്പോൾ അത് കൈമോശം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് CSRൻ്റെ കാര്യത്തിൽ? 100% കമ്മിറ്റ്മെൻറ്റ് പാലിക്കുക. എന്താണോ നമ്മൾ പറയുന്നത് അത് പ്രവർത്തിച്ച് കാണിക്കണം. ആദ്യം ട്രയൽ ചെയ്ത് പ്രവർത്തിക്കുക. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം അധികം പറഞ്ഞിട്ടില്ല, നടപ്പിലാക്കി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ നമുക്ക് വേറെ ആൾ പറയാൻ പറ്റും, സംസാരിക്കാൻ എല്ലാവർക്കും പറ്റും. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ അതാണ് ഏറ്റവും ട്രസ്റ്റ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലായിട്ട് എല്ലാവർക്കും ഡൗൺ ടു എർത്ത് ഫീൽ ചെയ്യണം. ഏതായാലും വിശ്വസ്തത എന്ന ഈ മലബാറിനൊപ്പം നിൽക്കുന്ന ആ ടാഗ് ലൈൻ ഒരിക്കലും കൈമോശം വരാതിരിക്കട്ടെ. വളരെയധികം നന്ദി സംഭാഷണം. താങ്ക് യു താങ്ക് യു വെരി മച്ച്.